ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 മെയ് 4 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ നടന്ന പരീക്ഷണം അടുത്തിടെ വിജയിച്ചു. എന്തായിരുന്നു പരീക്ഷണം? ഉത്തരം: ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 എന്ന ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണം. അഗ്നി 5 പരീക്ഷണ വിജയത്തോടെ US, UK, റഷ്യ, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചു. മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് മിസൈൽ പ്രവർത്തിക്കുന്നത്. അഗ്നി 5 മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച DRDO ശാസ്ത്രജ്ഞരുടെ സംഘത്തെ നയിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ഷീന റാണിയാണ്. പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ 2024 മാർച്ച് 11 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്? ഉത്തരം: പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ട് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വാവകാശം നൽകുന്നതാണ് നിയമം. മുൻപ് കുറഞ്ഞത് 11 വർഷം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായി ചുരുക്കി. നിയമത്തിൽ പരാമർശിക്കുന്ന 3 രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മതപീഡനം നേരിടുന്നില്ലെന്നതാണ് അവരെ ഒഴിവാക്കുന്നതിന് സർക്കാർ വ്യക്തമാക്കുന്ന കാരണം. 2016 ജൂലൈ 19 ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 2019 ഡിസംബർ 10 ലോക്സഭയും 11 രാജ്യസഭയും ബില്ല് പാസാക്കി. 2019 ഡിസംബർ 12 ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു. 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് പുതിയ ബില്ല് അവതരിപ്പിച്ചത്. സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനോടൊപ്പം അമ്മയുടെ പേരും നിർബന്ധമാക്കിയ സംസ്ഥാനം? ഉത്തരം: മഹാരാഷ്ട്ര. 2024 മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. അമ്മമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റ മലയാളി? ഉത്തരം: AS രാജീവ്. കോട്ടയം സ്വദേശിയായ ഇദ്ദേഹം ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ മുൻ MD ആണ്. പ്രവീൺ കുമാർ ശ്രീവാസ്തയാണ് കേന്ദ്ര മുഖ്യ വിജിലൻസ് കമ്മീഷണർ. അരവിന്ദ് കുമാറാണ് മറ്റൊരു കമ്മീഷണർ. തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സേനകളുടെ അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്നു. ഇതിന്റെ പേര്? ഉത്തരം: ഭാരത് ശക്തി. 3 സായുധ സേനകളുടെയും ശക്തി പ്രകടനമായ അഭ്യാസം 2024 മാർച്ച് 12 പൊക്രാനിലെ ഫയറിംഗ് റേഞ്ചിൽ 1 മണിക്കൂർ നീണ്ടുനിന്നു. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ടവർ? ഉത്തരം: ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. യഥാക്രമം UP, പഞ്ചാബ് സ്വദേശികളാണ്. രാജീവ് കുമാറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കമ്മീഷണറായിരുന്ന അനൂപ് ചന്ദ്ര പാണ്ഡെ ഫെബ്രുവരി 4 വിരമിച്ചിരുന്നു. മറ്റൊരു കമ്മീഷണറായ അരുൺ ഗോയൽ മാർച്ച് 8 രാജിവെച്ചിരുന്നു. ഈ ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തിയത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സമിതി അതിന്റെ ശുപാർശകൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. പ്രധാന ശുപാർശകൾ എന്താണ്? ഉത്തരം: ലോക്സഭാ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസങ്ങൾക്ക് ശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പും നടത്തുക. തിരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനായി ഭരണഘടനയിൽ 82A അനുച്ഛേദം ഉൾപ്പെടുത്തുക. ഭേദഗതികൾ നിലവിൽ വരുന്നതു മുതൽ നിയമസഭ, തദ്ദേശ ഭരണ സമിതി എന്നിവയുടെ കാലാവധി
അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കണമെന്നും ശുപാർശയുണ്ട്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, അധിർ രാജൻ ചൗധരി, ഗുലാം നബി ആസാദ്, NK സിംഗ്, സുഭാഷ് സിംഗ് കാശ്യപ്, ഹരീഷ് സാൽവെ, സഞ്ജയ് കോത്താരി എന്നിവരായിരുന്നു അംഗങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികൾ. ഉത്തരം: PK രാധാമണി, KK ഗംഗാധരൻ. അമൃത പ്രീതിന്റെ അക്ഷരോം കിസായി എന്ന ആത്മകഥ ഹിന്ദിയിൽ നിന്ന് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് രാധാമണിക്ക് മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥേകലു എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം ചെയ്തതിനാണ് ഗംഗാധരന് കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത്. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ കവി. ഉത്തരം: രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ജസ്റ്റിസ് ഗീതാ മിത്തൽ അധ്യക്ഷനായ 3-അംഗ സമിതി അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്തായിരുന്നു സമിതിയുടെ പരിഗണനാ വിഷയം? ഉത്തരം: മണിപ്പൂരിലെ കലാപത്തിൽ ഇരയായവരുടെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും മേൽനോട്ടം വഹിക്കുക. 2023 ഓഗസ്റ്റ് 7 സുപ്രീം കോടതിയാണ് 3-അംഗ വനിതാ സമിതിയെ നിയമിച്ചത്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായ ശാലിനി ജോഷി, മലയാളി കൂടിയായ ആശ മേനോൻ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. കൂക്കി മേത്തി സംഘർഷം തുടങ്ങി 1 വർഷം പിന്നിട്ടിട്ടും സ്ഥിതി ആശങ്കാജനകമായി തുടരുകയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഏർപ്പെടുത്തിയ രാജ്യത്തെ വിശിഷ്ട അക്കാദമിഷ്യനുള്ള 2023 പ്രൊഫസർ MV പൈലി പുരസ്കാരം നേടിയത്. ഉത്തരം: ഡോക്ടർ T പ്രദീപ്. മദ്രാസ് IITയിലെ പ്രൊഫസറാണ്. പത്മശ്രീ, ശാന്തി സ്വരൂപ് ഭട്നഗർ ബഹുമതികൾ നേടിയിട്ടുണ്ട്. രാജ്യത്തെ ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം: ഉത്തരാഖണ്ഡ്. വിവാഹം, വിവാഹമോചനം, പാരമ്പര്യ സ്വത്തുക്കളുടെയും ഭൂമിയുടെയും കൈമാറ്റം തുടങ്ങിയവയിൽ ജാതി, മത, സാമുദായിക വേർതിരിവുകളില്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിലുള്ള നിയമം ബാധകമാവുന്ന സംവിധാനമാണ് ഏക സിവിൽ കോഡ്. 2024 96ാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ 7 സ്വന്തമാക്കിയ ചിത്രം. ഉത്തരം: ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, സംവിധായകൻ, നടൻ, സഹനടൻ തുടങ്ങിയ പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത്. ഓസ്കാർ നേടുന്ന ആദ്യ ഐറിഷ് നടനാണ് കിലിയൻ മർഫി. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി. മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. 20 ഡേയ്സ് ഇൻ മറിയാപോളിലൂടെ യുക്രൈന് ആദ്യ ഓസ്കാർ ലഭിച്ചു. മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരമാണ് യുക്രൈൻകാരനായ മിസ്റ്റിസ്ലാവ് ചെർനോവ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ലഭിച്ചത്. ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ നടന്ന പുരസ്കാര ചടങ്ങിൽ നടനും എഴുത്തുകാരനുമായ ജിമ്മി കിമ്മിലെയായിരുന്നു അവതാരകൻ. ഏത് രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് 2024 മാർച്ച് 15 മുതൽ 3 ദിവസങ്ങളിലായി നടന്നത്? ഉത്തരം: റഷ്യ. മേയിലാണ് ഫലപ്രഖ്യാപനം നടക്കുക. റഷ്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായ യുണൈറ്റഡ് റഷ്യയുടെ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 5ാം വട്ട ഭരണം ഉറപ്പാക്കുന്നതാണ് തിരഞ്ഞെടുപ്പ്. വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ആദ്യമായി ഉപയോഗപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. 11.23 കോടി വോട്ടർമാരാണ് റഷ്യയിലുള്ളത്. പട്ടാള ഭരണകൂടം തൂക്കിലേറ്റിയ പാകിസ്ഥാനിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള പ്രമേയമാണ് ആ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയത്? ഉത്തരം: സുൽഫിക്കർ അലി ഭൂട്ടോ. ഭൂട്ടോയ്ക്ക് നീതിപൂർവമായ വിചാരണയും
ശിക്ഷയും ലഭിച്ചില്ലെന്ന് മാർച്ച് 6-ന് പാക് സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ സഭയിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പ്രമേയം അവതരിപ്പിച്ചത്. 1978 മാർച്ച് 18-നാണ് ലാഹോർ ഹൈക്കോടതി ഭൂട്ടോയ്ക്ക് വധശിക്ഷ വിധിച്ചത്. 1979 ഏപ്രിൽ 4-ന് ശിക്ഷ നടപ്പിലാക്കി. അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ട കണക്കു പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമതെത്തിയത്. ഉത്തരം ദക്ഷിണ സുഡാൻ. പ്രതിശീർഷ വരുമാനം, ആളുകളുടെ വാങ്ങൽ ശേഷി എന്നിവ ആധാരമാക്കിയുള്ളതാണ് കണക്ക്. യമനാണ് ഏഷ്യയിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ ആദ്യത്തേത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.